അന്തരീക്ഷമാകെ ഒന്നിളകി. നിമിഷങ്ങൾക്കുള്ളിൽ അത് ശിവഗിരിയുടെ താഴ്വരകളിൽ കാത്തുനിൽക്കുന്നവരുടെ കർണങ്ങളിലെത്തി. ശിവഗിരിയുടെ ഹൃദയം ആ നിമിഷങ്ങളിൽ നിഷ്പന്ദമായി. അഗാധമായ നിശബ്ദതയിൽ ശിവഗിരി ഒരു നിമിഷം മുങ്ങിപ്പോയി. പിന്നെ ഹൃദയം പൊട്ടുന്ന വേദനകളിൽ ശാന്തി മന്ത്രങ്ങൾ ഉയർന്നു. സങ്കടമൊതുക്കി പിടിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരോട് ഗുരുദേവന്റെ മൗനം ചോദിച്ചു, നിങ്ങൾ വിഷമിക്കുന്നതെന്തിന്? മുമ്പിൽ കിടന്നിലകി മറിയുന്ന സമുദ്രത്തിലെ ഒരു തിരയായിരുന്നു ഞാൻ. ആ തിരയങ്ങ് മറിഞ്ഞു പോകുന്നു, അത്രയേയുള്ളൂ. യോഗ തേജസ് നിറഞ്ഞ ഗുരുദേവന്റെ കണ്ണുകൾ നിത്യതയുടെ നേരെ നിശ്ചലമായി നിന്നു. ജീവശക്തി ഷഠാധാരങ്ങൾ കടന്ന്, രുദ്രഗ്രന്ഥി ഭേദിച്ച്, ബ്രഹ്മരന്ധം കടന്ന് ശിരസിലെ സഹസ്രാര പുഷ്പത്തിലെത്തുന്നു. സങ്കൽപ്പങ്ങളൊക്കെ ഒഴിഞ്ഞ് നാമരൂപങ്ങൾ ഒടുങ്ങി ഹൃദയം മെല്ലെ സൂര്യപ്രഭ കിടന്നോളം വെട്ടുന്ന ദഹരാകാശമായിത്തീരുന്നു. ത്രിപുടി മുടിയുന്നു. ഇപ്പോൾ തലയ്ക്കു മുകളിൽ ആകാശമില്ല, കാൽക്കീഴിൽ ഭൂമിയില്ല, ഗ്രഹതാരങ്ങളില്ല, ഒന്നുമില്ല. ഉള്ളതിതു മാത്രം. ദിവ്യമായ വെളിച്ചം, കൂടി സൂര്യപ്രഭ, വെളിച്ചത്തിന്റെ ഘനം. ഒരാത്മാവ് മറ്റൊരു ഭാവസീമ കടക്കുന്നു. സവികൽപ്പ സമാധിയിൽ ഒരപൂർവ നിമിഷത്തിൽ പരമാത്മ സത്തയിൽ നിന്ന് ഒരു നീലമേഘം പൊങ്ങി വരുന്നു. സമാധിസ്ഥനായ യോഗിയുടെ ഉള്ളിൽ നിന്നു വരുന്ന കാറ്റടിച്ച് നീലമേഘം വർഷിക്കുമ്പോൾ മഴയല്ലത്, ശുദ്ധജ്ഞാനമാണ്. ഗ്രഹതാരങ്ങൾക്കിടയിലൂടെ ഒരു ജീവാത്മാവ് അതിന്റെ യാത്ര തുടരുന്നു. സങ്കടം കൊണ്ട് വിങ്ങുന്ന അസഖ്യം ഹൃദയങ്ങളിൽ നിന്നുയർന്ന നിലവിളി ഘനീഭവിച്ച നിശബ്ദതയിൽ സന്യാസി ശിഷ്യന്മാരുടെ പ്രാർത്ഥന കേട്ടു. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഗുരുദേവന്റെ തൃപാദങ്ങളിൽ നിന്ന് ഭൂമി തെന്നിപ്പോയി. തമ്പുരാനെ പ്രണാമം, പ്രണാമം, പ്രണാമം.